കാസർഗോഡ് കാവുകോളിയിൽ കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ പ്രധാന റോഡ് കടലെടുത്ത നിലയിലാണ്. തീരദേശവാസികളായ 200ഓളം കുടുംബങ്ങൾ ഇതോടെ കടുത്ത ആശങ്കയിലാണ്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കാസർഗോഡ് കാവുകോളി കടപ്പുറത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടലാക്രമണം രൂക്ഷമായത്. പ്രദേശത്തെ പ്രധാന പാതയായ ചേരങ്കൈ കാവുകോളി റോഡ് പൂർണ്ണമായും കടലെടുത്ത നിലയിലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തുള്ള റോഡാണ് തകർന്നത്. ഇതോടെ ഈ ഭാഗത്തു നിന്നുള്ള ഗതാഗത സംവിധാനം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഏതു സമയവും വീടുകളിലേക്ക് കടൽ ഇരച്ചു കയറാവുന്ന ഭീതിജനകമായ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ. കാസർഗോഡ് വികസനം ചെയ്യുമ്പോൾ കാസർഗോഡ് ചാക്കിടുമ്പോൾ സംഭവം ചാക്ക് ഫുള്ള് ചാക്ക് ഇടാനുണ്ട് എല്ലാവരും. ഇപ്പൊ പകുതി കട്ടം വരുന്നുണ്ട്. ഈ കടയിൽ വന്നിട്ട് എത്രയോ തെങ്ങ് പോയി, തെങ്ങു കല്ല് സിവിസാറ വെരുമ്പ് എല്ലാം. ഇനി ഇത് പോയെങ്കിൽ നമുക്ക് എവിടെ പോവാനുണ്ട്? റോഡ് എവിടെ? ഗവൺമെന്റ് റോഡ് എവിടെ? പഞ്ചായത്ത് വരെ കൗൺസിലർ വരെ നോക്കാൻ ഇവിടെ ഇല്ല. ഒരു റോഡിന്റെ വികസനം അവർക്ക് ബുദ്ധിമുട്ടാണ്. സംഭവം വരാൻ ഒരു സംഗതിയേ ഇല്ല. അതുകൊണ്ട് നമുക്ക് ദയവായിട്ട് മുഖ്യമന്ത്രിയോട് പറയേണ്ടത് നമ്മൾ സംഭവം പറയുന്നത്, നമുക്ക് ഈ റോഡിന്റെ ഒരു നേരാക്കി തരണം. അതുകൊണ്ട് ഞാൻ പറയുന്ന നമ്മളെ കാസർഗോഡ് MLA-യോടും സംഗതി ഞാൻ പറയാൻ ഇതാക്കുന്നുണ്ട്. നമ്മളെ റോഡ് CP റോഡ് ഇപ്പോ മഴ പെയ്തിട്ട് പോയിട്ടുള്ളതാണ്. ഈ അവസ്ഥയിൽ അപ്പുറത്തെ വീട്ടുകാർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇത് ഞങ്ങൾ ഒരു കൊല്ലം മുമ്പ് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് റോഡെല്ലാം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് അവർ പൊയ്യ ചാക്ക് വെച്ചിട്ട് മുകളിൽ വെച്ചായിരുന്നു, കടലിന്റെ തെരയിൽ വെച്ചായിരുന്നു. എന്നിട്ട് അത് കാര്യമില്ല. ഒരു ചാക്ക് വെച്ചിട്ടാ ആ ഭാഗത്ത് വെച്ചതാണ്. ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടാ. MP ഉണ്ട്, MLA ഉണ്ട്. ഞാൻ വന്നിട്ട് പോയത് MLA ഒരു 4 ദിവസം മുമ്പ് MLA വന്നിട്ട് പോയതാണ്. ഗവൺമെന്റിന് പെട്ടെന്ന് നടപടി എടുക്കണം, അല്ലെങ്കിൽ നമ്മളെ അടുത്തേക്കുള്ള റോഡും പോകും. ഇതിങ്ങനെ അവസ്ഥയിലാവും. വർഷങ്ങളായി കാവുകോളി കടപ്പുറത്ത് താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് നിലവിൽ കടലാക്രമണ ഭീഷണി നേരിടുന്നത്. ഈ വിഷയത്തിൽ സർക്കാരോ ജലസേചന വകുപ്പോ ആവശ്യമായ മുൻകരുതലുകളോ നടപടികളോ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. തകർന്ന റോഡ് ഉടൻ പുനർനിർമ്മിക്കാനും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായവും നഷ്ടപരിഹാരവും നൽകുവാനും സർക്കാർ തയ്യാറാകണമെന്ന് തീരദേശവാസികൾ ആവശ്യപ്പെടുന്നു. വരും ദിവസങ്ങളിലും കടലാക്രമണം ശക്തമായാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.